ഹലോ ഗൈസ്, ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് എൻ്റെ കിച്ചണായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലും കപ്പയുമാണ്. എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എല്ലും കപ്പയും. അപ്പം ഞാനത് എൻ്റെ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കാണിക്കുന്നതായിരിക്കും ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലും കപ്പയ്ക്ക് വേണ്ടിയുള്ള എല്ലിതാണ്. നമ്മൾ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. വലിയ എല്ലും പീസാണ് ഇത്. 1 കിലോ അടുത്തുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് നുറുക്കാനുള്ള വലിയ കത്തി ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മളത് അങ്ങനെ തന്നെ ഇട്ട് വേവിക്കുകയാണ്. പിന്നെ ഇത് അതിനാവശ്യമുള്ള സവാള, ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ്. പിന്നെ ഇത് ചുവന്നുള്ളി, ഇത് നമ്മൾ വേവിക്കാൻ ഇപ്പം തന്നെ ഇടുകയാണ്. പിന്നെ ഇത് നമ്മുടെ മസാലകളാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് മഞ്ഞൾപ്പൊടിയാണ്. ടീസ്പൂണോ ടേബിൾ സ്പൂൺ? ടീസ്പൂണാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു, 1 അല്ല 1.5. പിന്നെ നമ്മൾ മല്ലിപ്പൊടി 2-3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഉള്ളത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി നമുക്കൊരു 4 ടീസ്പൂണൊക്കെ ഇടാം, നോ ഇഷ്യൂസ്. പിന്നെ ഇത് ഗരം മസാലയാണ്, ഇത് നമുക്ക് ഏറ്റവും അവസാനം ഇടാം. അപ്പോൾ ഓക്കെ, നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടാനുള്ളതാണ് നമ്മുടെ ഉപ്പ്. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് എല്ലാവരും പാകത്തിന് ഇടുക. ഞാൻ ഇവിടുത്തെ ഉപ്പിൻ്റെ പാകത്തിനാണ് ഇടുന്നത്, ഉപ്പാണെന്നുള്ളൂ. ഓക്കെ, പിന്നെ കുരുമുളക് പൊടിയും നമുക്ക് ആവശ്യമുണ്ട്, അത് ഏറ്റവും അവസാനമാണ് നമുക്ക് ആവശ്യം. നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിക്കാം. നമുക്കിതൊരു കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. കാലപ്പോൾ വെള്ളം ചൂടാവെക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് അത്യാവശ്യം. അപ്പോൾ നമുക്ക് ഇത് എല്ല് വേവണ സമയം കൊണ്ട് കപ്പ റെഡിയാക്കി എടുക്കാം. കപ്പ ഫ്രോസൺ കപ്പയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ഓൾറെഡി ഫ്രീസറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പ് മാറി കാണുമായിരിക്കും. അപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാം. നുറുക്കിയെടുക്കാം. നുറുക്കിയെടുക്കാനൊന്നുമില്ല, ജസ്റ്റ് കട്ട് ചെയ്താൽ ഇപ്പോൾ കഷ്ണമാക്കാൻ പറ്റും. ഇറ്റ്സ് സിമ്പിൾ. അപ്പോൾ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഞാനിത് വേവിക്കാൻ വെച്ചപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി. എന്നാൽ എപ്പോഴും ഞാനിങ്ങനെ മറക്കണതാണ്. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇടുന്നുള്ളൂ. എൻ്റെ കൈ ക്ലീനാണ്, വൃത്തിയില്ലാന്ന് ആരും പറയരുത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബാക്കി ഏറ്റവും അവസാനം ഉപയോഗിക്കരുത്. നമ്മൾ അപ്പോൾ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് കിടന്നു. നമ്മൾ കപ്പ റെഡിയാക്കുകയാണ്. ഇതാണ് കപ്പ. ഇത് തായ്ലൻഡ് കപ്പയാണെന്ന് തോന്നുന്നു. ടേസ്റ്റിലെന്നും ഫിലിപ്പിനിയാണ്. നമ്മുടെ കപ്പയാണ് ടേസ്റ്റ്, പക്ഷെ നമ്മുടെ കപ്പയ്ക്ക് ഇച്ചിരി വില കൂടുതലാണ്. സോ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഫിലിപ്പീൻസിലെ കപ്പ വാങ്ങിയത്. ഇതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കപ്പയുടെ അത്ര ടേസ്റ്റ് ഇല്ലെന്നുള്ളൂ. നമ്മളിത് കണ്ടിച്ചു. നമ്മുടെ നാട്ടിലെ കപ്പ പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് കപ്പ. ഇതിൻ്റെ ഇതൊക്കെ ചെത്തിപ്പറക്കി ഇവര് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരുന്ന കപ്പയാണ്. ഓക്കെ, നെക്സ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചിടാം. എല്ലാത്തിലും 2 അങ്ങനെ തൂക്കം ഒരേപോലെ ആയിരിക്കും എല്ലാത്തിൻ്റെയും തോന്നുന്നു, അറിയില്ല. റേറ്റ് ഏതായാലും എല്ലാം ഒരേപോലെ, ചിലതിൽ ഹാഫ്, ചിലതിൽ ഫുള്ള്. അപ്പോൾ ഇതൊരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 1/2 കിലോയോളം വരും. അതായത് 454 ഗ്രാമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു പാക്കറ്റിന് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 150 രൂപയാണ് വില. കുഴപ്പമില്ല, ഞങ്ങൾ ഒരു തവണ ഇതുകൊണ്ട് കപ്പ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ ഈ കപ്പയ്ക്ക് ഇച്ചിരി വേവ് കുറവാണ്.
നമ്മൾ ഇച്ചിരി അധികം നേരം വേവിക്കണം. കഴിഞ്ഞ തവണ എന്ത് ചെയ്തായില്ല. കഴിഞ്ഞ തവണ പക്ഷെ ഞാൻ ഒരു പരീക്ഷണം നടത്തിയായിരുന്നു. ഫ്രോസൺ കപ്പ അങ്ങനെ തന്നെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയതാണ്. ഞാൻ ഒന്ന് പരീക്ഷ നോക്കിയതാണ്. ഞങ്ങളുടെ ഇവിടെ ദീപു എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ദീപു സാറ് ചെയ്ത പ്രവൃത്തി ഞാൻ സ്വന്തമായി ഒന്ന് അനുകരിച്ച് നോക്കിയത്. ദീപു സാറിന് അത് ക്ലിക്ക് ചെയ്യായിരുന്നു, പക്ഷെ എനിക്ക് ക്ലിക്ക് ചെയ്യില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്ലോപ്പായി പോയായിരുന്നു. പാതി കപ്പ അവിടെ ഇവിടെയും വേവാണ്ട് കിടന്നു. അങ്ങനെ ഞങ്ങളുടെ കുഴുക്ക് അത്യാവശ്യം കുളമായി പോയായിരുന്നു ആ ടൈം. അതുകൊണ്ട് ഈ തവണ ഞാൻ റിസ്ക് എടുക്കല്ല. അതുകൊണ്ട് ഞാൻ ഇത് ഒരേപോലെ കണ്ടിക്കാൻ പോകുന്നു. കണ്ടിക്കല്ല, നമ്മൾ കുത്തി നുറുക്കാന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കപ്പ നുറുക്കി എടുത്തിട്ടുണ്ട്. എല്ലാം അവിടെ ഇരുന്ന് വിസിലെടുക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കപ്പ ഞാൻ നുറുക്കി അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി. പിന്നെ നമ്മൾ ഇടേണ്ടത് ഇപ്പോൾ കുറച്ച് കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. കഴിയുമ്പോൾ ഞാൻ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കപ്പയും എല്ലും റെഡി ആയിട്ടുണ്ട് വെന്ത്. അപ്പോൾ നമുക്കിനി അത് കപ്പ ഒന്ന് വെള്ളം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. എന്നിട്ട് അത് ഉടച്ചെടുക്കണമായിരുന്നു. പിന്നെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ സവോള. ഒരബദ്ധം പറ്റി ഗൈസ്, ഞാൻ എണ്ണ ഒഴിച്ചതും സവോള ഇട്ടതും കൂടെ മുളക് ഇട്ടു. പക്ഷെ എനിക്ക് വീഡിയോ ഓണാക്കാൻ ഞാൻ മറന്നുപോയി. സോ അത് റിക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു വിടുകയാണ്. നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു പാനിൽ. ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ സവോള ഇട്ടു. പിന്നെ അതിൻ്റെ കൂടുതൽ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞിട്ട്. അവിടുത്തെ പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് 2 എണ്ണം ഇട്ടത്. ഒത്തിരി എരിവ് വേണ്ട. നമ്മൾ ഇടയ്ക്ക് കൊച്ചിന് കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി എരിവ് ഞങ്ങൾ ഇടുന്നില്ല. ആവശ്യത്തിന് എരിവ് നമുക്ക് എല്ലാവർക്കും ഇടാം. പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തു, കാരണം ഇത് വേഗം ഇതാവാൻ വേണ്ടി. ഇനി ഇത് ഒന്ന് ഇച്ചിരി വരണ്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഗാർലിക്ക് ചതച്ചതും അതേപോലെ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കിടന്ന് അപ്പോൾ ഇത് അത്യാവശ്യം വഴന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതൊന്ന് ശരിക്കും മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇടുന്നത് കുറച്ച് കാശ്മീരി ചില്ലിയാണ്. ഒത്തിരി വേണ്ട, ഇതിന് എരിവൊന്നുമില്ല, നമുക്കിതൊരു പണിക്കില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി എല്ലിലും ഇട്ടിട്ടുണ്ട്, കപ്പയിലും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി. പിന്നെ ഞാനിവിടെ ഇച്ചിരി കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ച് വെച്ചിട്ടുണ്ട്. 2 കൂടെ കൂടി പൊടിച്ചല്ല, ഇത് ശരിക്കും പൊടിഞ്ഞല്ല. ഇത് ഒരു ടേബിൾ സ്പൂൺ ഇതാണ്, 1.5 ജസ്റ്റ് ഫ്ലേവർ. കരിഞ്ഞില്ല, എണ്ണ കുറവാണ്. എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എല്ലിടണം. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. എൻ്റെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് ഇടാൻ സാധിക്കുന്നില്ല. ഞാൻ എല്ലിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റ്
ഇരുന്ന് വേവട്ടെ. അതിന് ശേഷം ഞാൻ മൂടി വെച്ച് വേവിക്കാം. അതിന് ശേഷം നമുക്ക് കപ്പ ഇടാം. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് എല്ലിട്ടിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിലേക്ക് കുറച്ച് ഞാൻ വെള്ളം കൂടി ഒഴിച്ചായിരുന്നു, നല്ല ചൂടും വെള്ളം കൂടി ഒഴിച്ചായിരുന്നു. അപ്പോൾ കപ്പ ഇവിടെ കിടന്ന് എല്ല് ഇവിടെ കിടന്ന് തിളയ്ക്കുകയാണ്. നമുക്കിതിലേക്ക് കപ്പ ഇടണം. കപ്പ ഇട്ടിട്ട് ഇളക്കാനുണ്ട്. ഒരു കൈ വെച്ച് എനിക്കത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കപ്പ ഇട്ടതിന് ശേഷം ഇളക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഏഷ്യാഡ് നമ്മൾ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നന്നായി നമ്മൾ ഇളക്കണം. എല്ലും കപ്പയും ശരിക്കും യോജിക്കാൻ പാകത്തിന് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഇതെല്ലാം കൂടി ശരിക്കും ഇതാവാനായിട്ട് 3 മിനിറ്റ് ഒന്നും വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലും കപ്പയും റെഡിയായി കഴിഞ്ഞു, ഒരു 3 മിനിറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിന് ഇത് കൊടുക്കുകയാണ് കഴിച്ചു നോക്കാനായിട്ട്. ഓക്കെ, വാങ്ങും. ആദ്യം ഭർത്താവ് കഴിച്ചു നോക്കട്ടെ. ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആറ്റി കഴിക്കണം, അല്ലെങ്കിൽ അണ്ണാക്ക് പൊള്ളും. കഴിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല അഭിപ്രായം, 2 കഴിച്ചു കഴിയുമ്പോൾ പറയാവുന്നതാണ്. അത് കപ്പയ്ക്ക് വേവില്ല, ഞാൻ പറഞ്ഞതാണ്. പൈസ കൂടിയ കപ്പ വാങ്ങിയ നല്ല കപ്പ, വില കുറഞ്ഞ വാങ്ങിയ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ വിൽ, ഏതായാലും റിവ്യൂ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന. നെക്സ്റ്റ് ടൈം ഐ വിൽ. ഓക്കെ, ഞുഞ്ഞിന് വേണം റിവ്യൂ ചെയ്യാൻ. എൻ്റെ ഒരു ഞുഞ്ഞു കൊച്ചിവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ അതിന് ഫൈനൽ റിവ്യൂ പറഞ്ഞാൽ എനിക്കിത് കട്ട് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ടെൽ മീ. ഓക്കെ 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 ഗായ്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. തംസ് അപ്പ്.